സാർ, ഞാൻ ഈ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സാർ. 3.5 കോടിയിലധികം വരുന്ന മലയാള മനസ്സിൻ്റെ ജീവിതദാഹങ്ങൾ നശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട 140 പേരിൽ ഒരാളാണ് ഞാനെന്ന ചുമതലാബോധം എന്നും എന്നെ നയിക്കുമെന്ന് ഞാൻ ആമുഖമായി പറയട്ടെ സാർ. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര കാർഷിക കുടിയേറ്റ നിയോജകമണ്ഡലമായ തിരുവമ്പാടിയിലെ കൊച്ചു ഗ്രാമമായ കൂടരഞ്ഞിയിൽ ജനിച്ചു വളർന്ന എനിക്ക് കഴിഞ്ഞ 20 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിയാകാൻ അവസരം നൽകിയ എൻ്റെ പാർട്ടിയെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു സാർ. ഇപ്പോൾ ഈ മഹാദൗത്യത്തിന് എന്നെ നിയോഗിച്ച എൻ്റെ പാർട്ടിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയ അവസരത്തിന് രാഷ്ട്രീയ കേരളത്തിൻ്റെ കർമ്മ ചൈതന്യം PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ചേർത്ത് നിർത്തലിന് UDF നേതാക്കൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു സാർ. എനിക്ക് മുന്നേ ഈ മണ്ഡലത്തെ പ്രതികരിച്ച എൻ്റെ മുൻ നേതാക്കളായിട്ടുള്ള C. മൊയ്നുദ്ദീൻ സാഹിബിനെയും AB അബ്ദുറഹ്മാൻ ഹാജിയും ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ തിരുവമ്പാടിയിലെ ജനങ്ങളോടുള്ള എൻ്റെ കടപ്പാട് നിലനിർത്തുമെന്ന് ഞാൻ ഇവിടെ എടുത്തു പറയട്ടെ സാർ. ഇത് ഒരു അഴകുഴമ്പൻ നിലപാടുകളുടെ കാലമല്ല സാർ. ആ കാലം കഴിഞ്ഞു. ഇത് നിലപാടുള്ള വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു പുതിയ തലമുറയുടെ കൂടി കാലമാണ് സാർ. അവർ എല്ലാം കാണുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. അത് ഇനിയെങ്കിലും അപ്പുറത്തിരിക്കുന്നവർ മനസ്സിലാക്കണം സാർ. ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനകീയ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ആശ്വാസം നൽകിയ പദ്ധതികൾ ഈ ബഡ്ജറ്റിലൂടെ തിരിച്ചു വരുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് സാർ. കാഫിർ സ്ക്രീൻഷോട്ടിൽ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ കേരളത്തിലെ CPM പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും വെളിപ്പെടുത്തുകയാണ് സാർ. ഇനി എന്തു പറഞ്ഞ് അവരെ പിടിച്ചു നിൽക്കുമെന്ന് അറിയേണ്ടതുണ്ട് സാർ. ഇത്ര വലിയ തോൽവിയിലും തിരുത്തുമെന്ന് പറയുകയല്ലാതെ ആത്മാർത്ഥമായ എന്ത് നടപടിയാണ് സാർ ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്? ഒരു കാര്യം കൃത്യമായി നടക്കുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ കള്ളം പറഞ്ഞ് ഈ സർക്കാരിനെ ഇവർ ഓവർ ടൈം പണിയെടുക്കുന്നുണ്ട് സാർ. കേരളത്തിലെ ഈ കൂട്ടർക്ക് ഇപ്പോൾ വ്യാപകമായി പിടികൂടിയ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് ഞാൻ പറയട്ടെ സാർ. ഈ തൽക്കാലം അതിനെ നമുക്ക് സതീശൻ സിൻഡ്രോം എന്ന് വിളിക്കാവുന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ, ഇവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇവരെ തോറ്റെന്ന് ഇവരെ ആര് വിശ്വസിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സംശയം നിലനിൽക്കുകയാണ് സാർ. ഇവരിപ്പോഴും തോറ്റില്ല എന്നാണ് സാർ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 100 കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം സത്യമായതുപോലെ ഭരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ അന്നത്തെ വാക്കുകൾ ഇപ്പോഴും അത് അതേപോലെ തന്നെ പ്രവചാതീയമായി ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. നമ്മുടെ സതീശൻ സിൻഡ്രോമിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തിനും ഏതിനും VD സതീശനെ കുറ്റം പറയുക, വളഞ്ഞിട്ട് ആക്രമിക്കുക, വന്ന് ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയായിട്ടുണ്ട് സാർ. അവരെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇവരെ ജനങ്ങൾ എന്തുകൊണ്ട് തോൽപ്പിച്ചു എന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സാർ. ഈ ബജറ്റിന്റെ കാര്യത്തിലേക്ക് വരാം സാർ. സഭയിലെ ആദ്യ പ്രസംഗം ഇത്ര ഭാവനാസമ്പന്നമായ ഒരു ബജറ്റിനെ പിന്തുണച്ച് സംസാരിക്കാൻ ആണെന്നുള്ളത് എന്നെ ആവേശഭരിതനാക്കുന്നു സാർ. ഭാവി കേരളത്തിനായി VD സതീശൻ എന്ന ധനകാര്യ വിദഗ്ധൻ വരച്ചിട്ട റോഡ് മാപ്പാണ് ഈ ബജറ്റ്. അതിൽ അമിതാവേശമില്ല. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തള്ളിമറക്കലില്ല. ഒരിക്കൽ നടപ്പാക്കാത്ത കെട്ടിപ്പൊക്കിയ കോടികളുടെ കണക്കില്ല. തീർത്തും റിയലിസ്റ്റിക്കായ ഒരു ബഡ്ജറ്റാണ് സാർ ഇത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് സാർ. സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വന്യമൃഗശല്യമടക്കം തിരുവമ്പാടിയുടെ മലയോരത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞതിന് ഈ ജനതയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു സാർ. ഈ ബജറ്റിന് ഞാൻ കൊടുക്കുന്നവർക്ക് തലക്കെട്ട് കൂടിയുണ്ട് സാർ. ഇത് കോമൺ സെൻസ് ബജറ്റ് എന്നാണ് സാർ. അത്രയേറെ പറയേണ്ടുള്ളൂ. ജനങ്ങളുടെ കബളിപ്പിക്കാത്ത യാഥാർത്ഥ്യബോധമുള്ള ഒരു കോമൺ സെൻസ് റിയലിസ്റ്റിക് ബഡ്ജറ്റ്. മലയോര കാർഷിക മേഖലയായ തിരുവമ്പാടിയിലെ കർഷക സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വന്യജീവി ആക്രമണങ്ങൾ. നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുകയും മനുഷ്യജീവൻ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് സാർ ഉള്ളത്. കാർഷിക മേഖലയിൽ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് ശാസ്ത്രീയ പരിഹാരം വേണമെന്ന് മുറവിളികൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് സാർ. ഇതൊന്നും കേൾക്കാൻ മുൻ സർക്കാരുകൾ തയ്യാറാകാത്തതിനാൽ കർഷകർ വലിയ പ്രയാസത്തിലായിരുന്നു സാർ. പുതിയ ബജറ്റിന് പ്രശ്നങ്ങൾ ക്രിയാത്മകമായി പരിഹാരം മുന്നോട്ട് വെക്കുന്നതിന് ജനപ്രതി എന്ന നിലയിൽ കർഷകരുടെ അതിയായ സന്തോഷവും പ്രതീക്ഷയും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു സാർ. പശ്ചിമഘട്ട താഴ്വാര മണ്ഡലമായ തിരുവമ്പാടി വയനാട് യാത്രക്കാരുടെ ഇടത്താവളം കൂടിയാണ് സാർ. വയനാട് ചുരം മുതൽ ചാലിയാർ തീരം വരെ നീണ്ടുകിടക്കുന്ന മികച്ച വിനോദസഞ്ചാര സാധ്യതയുള്ള മണ്ഡലത്തിന് ടൂറിസം സർക്യൂട്ട് അനുവദിച്ചതിൽ നന്ദിയുണ്ട് സാർ. പൊതുമരാമത്ത്, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിലും മണ്ഡലത്തിൽ നൽകിയ പരിഗണനയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് സാർ. ഈ ശീതീകരിച്ച നിയമനിർമ്മാണ സഭയിൽ നിൽക്കുമ്പോൾ പൊള്ളുന്ന വെയിലിനെ കുടയാക്കി മാറ്റിയ തിരുവമ്പാടിയിലെ എൻ്റെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഞാൻ ഓർമ്മിക്കുകയാണ് സാർ. അവിടെയുള്ള സാധാരണ മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങളെ കുറയ്ക്കാൻ ഈ ബഡ്ജറ്റിലൂടെ തുടക്കം കുറിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സാർ. ലോക പ്രശസ്തമായ വിക്ടർ ഹ്യൂഗോയുടെ പാവകൾ എന്ന നോവലിൽ കുറ്റിയും കൊളുത്തുമിടാതെ വാതിൽ തുറന്നു വെച്ച് ജനകീയനായ ഒരു ബിഷപ്പിന്റെ കഥാപാത്രമുണ്ട് സാർ. പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി തുറന്നു വെച്ച ആ വാതിലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ബഹുമാനപ്പെട്ട VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് ഞാൻ പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് സാർ. തന്റെ അച്ഛൻ നൽകിയ ക്രമം തെറ്റിച്ച ലോകഭൂപടം അതിവേഗം ക്രമപ്രകാരം ഒട്ടിച്ചു തീർത്ത ഒരു കൊച്ചുമകന്റെ പ്രചോദനാത്മകമായ കഥ നമുക്കറിയാമല്ലോ സാർ. ഭൂപടത്തിന്റെ മറുവശത്ത് ഒരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നത് നോക്കി വളരെ പെട്ടെന്ന് ഭൂപടം ശരിയാക്കിയ കുട്ടിയെ പോലെ നാട്ടിലെ ജനങ്ങളുടെ ചിത്രം മനസ്സിൽ ക്രമപ്പെടുത്തി ബഹുമുഖ്യമന്ത്രി അവതരിപ്പിച്ചതാണ് ഈ ബജറ്റ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയും സാർ. ഇന്ത്യൻ ജനാധിപത്യം ചരിത്രത്തിലെ ഏറ്റവും അധാർമികമായ രാഷ്ട്രീയ നാടകം കണ്ട മാസമാണ് കടന്നുപോയത്. ബംഗാളിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ജയിച്ചു വന്ന MPമാരെയും MLAമാരെയും കേന്ദ്ര അധികാരത്തിന്റെ കരുത്തിൽ മൊത്തമായി കളം മാറ്റുന്ന അപകടകരമായ രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന നിർഭയമായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകുക എന്നത് മതനിരപേക്ഷ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് സാർ.
എന്റെ മണ്ഡലം ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ MP ആയ പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഞങ്ങളുടെ മുൻ MP യുമായിരുന്ന രാഹുൽ ഗാന്ധിയും ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് സർവ്വ പിന്തുണയുമായി പിന്നിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് സാർ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് തിരുവമ്പാടി സാർ. അദ്ദേഹത്തെ അവഹേളിക്കാൻ സംഘപരിവാർ പടച്ചുവിട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഈ നിയമസഭയിൽ രാഹുൽ ഗാന്ധിയെ അപമാനിച്ചിട്ടുള്ളവർക്ക് നൽകിയ ശിക്ഷ കൂടിയാണ് ഈ തിരുവമ്പാടിയിലെ ദ്വിതീയ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ സാർ അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കിയും ഫെഡറൽ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾ തള്ളിക്കളഞ്ഞും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ അവകാശങ്ങൾ തടഞ്ഞു വെക്കുമ്പോൾ രാഷ്ട്രീയം മറന്ന് ഇതിനെതിരെ ഒന്നിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഞാൻ പറയുകയാണ് സാർ. മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം എന്താണ് സാർ? ഇവിടെയുള്ള അഴുക്കുജലം കൊണ്ടാണ് ഇവിടെ സമരത്തെ നേരിട്ടതെന്നാണ്. എന്റെ വലത്തെ ഭാഗത്തിരിക്കുന്ന പേരാമ്പ്രംഗവും എന്റെ ഇടത്തെ ഭാഗത്തിരിക്കുന്ന കൊയിലാണ്ടിയിലംഗവും കഴിഞ്ഞ സമരകാലത്ത് നേരിട്ട എത്ര നിഷ്ഠൂരമായ അക്രമങ്ങളെയാണ് സാർ ഈ സഭയിൽ നമ്മൾ ചർച്ച ചെയ്യാതെ പോയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തനായിട്ടുള്ള പ്രിയപ്പെട്ട കൊയിലാണ്ടി അംഗത്തിന്റെ കയ്യിൽ എത്ര പ്രാവശ്യമാണ് സാർ പോലീസ് അടിച്ചൊടിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ എന്റെ വലത്തുവശത്തിരിക്കുന്ന പേരാമ്പ്ര അംഗം ഇവിടെ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ അവർ ജയിലിൽ നിന്ന് മോചിതയായപ്പോൾ ആ മോചിതയായ അംഗത്തിന്റെ മുഖത്ത് നോക്കി അവർ എത്രത്തോളം ആ കാലത്ത് സമരത്തിന്റെ ക്രൂരമായ അടികയും അതുപോലെ തന്നെ അക്രമം നേരിട്ടു എന്ന് അവർക്കറിയാം സാർ. ഇത്ര നിഷ്ഠൂരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇപ്പോൾ ഞങ്ങൾ ജയിച്ചു എന്ന് വീണ്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചതല്ല, നിങ്ങളെ ജനം തോൽപ്പിച്ചതാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. മാലിന്യ വെള്ളമല്ല, ഞാനൊക്കെ സമരത്തെ നേരിട്ടപ്പോൾ സ്ഥിരമായി വെള്ളച്ചട്ടും വെള്ളത്തുണി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ആ സമരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത് കളർ തുണിയും കള്ളം കൊണ്ട് കൊടുത്തിട്ടാ. അത്രയധികം മാലിന്യ വെള്ളം എന്റെ ശരീരത്ത് പോലും അടിച്ചു കയറ്റിയിട്ടുള്ള നിങ്ങൾക്കിത് പറയാൻ അർഹതയുണ്ട് സാർ. തീർച്ചയായും ഈ ഒരു ജനത, ഈ നാട്ടിലെ ജനത ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന ഇവിടെ ഇപ്പോൾ ചിലർക്ക് ചോദിക്കുന്ന വിസ്മയമുണ്ടായോ എന്നാണ്. വിസ്മയമുണ്ടായോ എന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്ക്, എന്തിനേറെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും നമ്മുടെ പ്രിയദർശിനി എന്ന പേരിൽ KSRTC സൗജന്യമായ യാത്രാ സൗകര്യം ഒരുക്കിയ ഒരു സർക്കാർ നടത്തിയ ഈ സമയപരിധികൾ നടത്തിയ ഈ പരിപാടി അല്ലാതെ മറ്റെന്താണ് സാർ വിസ്മയം? ഇതിനേക്കാൾ വലിയ വിസ്മയം എന്താണ് സാർ നിങ്ങൾക്ക് കിട്ടേണ്ടത്? തീർച്ചയായും ഈ ബഡ്ജറ്റ് ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു സാർ. ശ്രീ ദീപക് ജോയ് 7 മിനിറ്റ്.